അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങളിപ്പോൾ ഈ ഇരിക്കുന്ന ആളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ പേര് അശോക് എന്നാണ്. വളരെ വിഷമാവസ്ഥയിൽ നിന്നും ഇന്ന് ഇവിടം വരെ ഇദ്ദേഹം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത സഹായത്തിൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒക്കെ തന്നെയാണ്. അശോകിൻ്റെ അസുഖം ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. കാർഡിയോ മയോപ്പതി എന്ന അസുഖമായിരുന്നു. അതായത് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഏകദേശം ഞാൻ ഇദ്ദേഹത്തെ ചെന്ന് കാണുമ്പോൾ 15% താഴെയാണ് സ്വയം ശ്വാസം വലിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു അദ്ദേഹത്തിന്. അതിന് പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഹൃദയം മാറ്റി വെക്കണമെങ്കിൽ വേറെ ഒരാൾക്ക് ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചാലാണ് ഇത് മാറ്റിവെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ചെല്ലുമ്പോൾ അശോക് ഈ വീഡിയോ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ സങ്കടം തോന്നി. അതായത് ഒരു കട്ടിൽ, ബെഡ്, തല ഹൈറ്റ് ഇത്രയും പൊക്കി ഇങ്ങനെ എന്തോ സാധനം വെച്ച് പണിതേക്കാണ്. ഇങ്ങനെ തല പൊക്കി കിടക്കാൻ വേണ്ടി ശ്വാസം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നോട് പറഞ്ഞത് ഏകദേശം 5 വർഷത്തോളം ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് അശോകൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങളുമായിട്ട് അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ സർജറി കഴിഞ്ഞു. കണ്ണൂരുള്ള ഒരു പയ്യൻ്റെ ഇത് സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ അശോകന് ഹൃദയം മാറ്റിവെച്ചു. അദ്ദേഹം ഇന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വളരെ സന്തോഷത്തിലാണ് അദ്ദേഹവും കുടുംബവും ഒക്കെ ഉള്ളത്. 2 മക്കളാണ്, അച്ഛനും അമ്മയുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ വളരെയധികം ഹാപ്പിയാണ് ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാനും അദ്ദേഹവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനുമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമസ്കാരം, ഞാൻ അശോക്. 6 മാസം മുമ്പാണ് ഇക്കായൻ്റെ അടുത്ത് വരികയും എന്നെക്കുറിച്ച് എല്ലാവരോടും പറയുകയും അതിൽ നിന്ന് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായങ്ങളും എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയും എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും എൻ്റെ ബന്ധുക്കളും എല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാവരും എന്നോടുള്ള പ്രാർത്ഥനയും അവരെൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്തു. അതുകൂടാതെ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം, ദൈവം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 5 കൊല്ലത്തോളം ശരിക്കും ക്രൈസിസിലായിരുന്നു. ആ ഒരു ക്രൈസിസിൽ ദൈവം കൂടെ നിൽക്കുകയും അതുപോലെ തന്നെ ഒരു ശകലം പോലും നടക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ നിന്ന് ഞാനിപ്പോൾ ഈ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എന്നെ മാറ്റിയത് 1 എൻ്റെ ദൈവവും, 2 സലാമിക്ക, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, അതുപോലെ തന്നെ ഞാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ എനിക്ക് സ്വന്തം മകൻ്റെ ഹൃദയം എനിക്ക് തരാൻ മനസ്സ് കാണിച്ച ആ കുടുംബത്തിനെ ഓർത്ത്, ആ അച്ഛനെയും, കണ്ണൂരാണ് അവരുടെ വീട്, വിഷ്ണു എന്നാണ് ആ ആളിൻ്റെ പേര്. വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ഇപ്പോൾ എന്നിൽ മിടിക്കുന്നത്. ആ ഹൃദയം എനിക്ക് തരാൻ കാണിച്ച ആ മനസ്സ്, ആ അച്ഛന് എത്ര ജന്മം കഴിഞ്ഞാലും എനിക്ക് മറക്കാൻ കഴിയുകയില്ല. അപ്പം ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ്. നിങ്ങളുടെ എല്ലാം സ്നേഹമാണ്, സലാമിക്കയുടെ സ്നേഹമാണ്, ആ കണ്ണൂരുള്ള അച്ഛൻ്റെയും ആ കുടുംബത്തിൻ്റെയും കരുതലാണ്. എല്ലാവരും എൻ്റെ കൂടെ നിന്നതിനും പ്രാർത്ഥിച്ചതിനും നന്ദി. ഇപ്പോൾ ഞാൻ അത്യാവശ്യം പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങി. ഞാൻ കറക്റ്റായിട്ടിപ്പോൾ ലോകങ്ങളും ആൾക്കാരെയൊക്കെ ശരിക്കും ഞാൻ കാണുന്നുണ്ട്. മറ്റേത് മുറിക്കകത്ത് ഒതുങ്ങിപ്പോയൊരു 3-4 കൊല്ലമായിരുന്നു എൻ്റെ. എല്ലാ ആൾക്കാരിൽ നിന്നും മാറി, ആൾക്കാരൊന്നും എന്നെ അറിയാതായി. ആൾക്കാരിലേക്ക് പിന്നെ വീണ്ടും ഞാൻ പതിയെ ഇറങ്ങി തുടങ്ങി. ഇനിയും പൂർണ്ണ ഇതോടുകൂടി വെളിയിലിറങ്ങും. എല്ലാവരെയും അന്നേരം നേരിട്ട് കാണും. എല്ലാവർക്കും എൻ്റെ സന്തോഷം. ഇതിലൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അശോക് പറഞ്ഞു, വിഷ്ണു എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഹൃദയമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അശോകനിൽ ഇരിക്കുന്നത്. 40 ദിവസങ്ങൾക്ക് മുമ്പ് വിഷ്ണുവിൻ്റെ അമ്മ മരണപ്പെട്ടു പോയി. ആ അമ്മ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ അശോകാണ് ആ അമ്മയുടെ കർമ്മങ്ങൾ ചെയ്തതും. കാരണം ആ അമ്മ അന്നു മുതൽ അശോകനെ സ്വന്തം മകനായിട്ട് കണ്ടുകൊണ്ട് മകനെ എന്ന് വിഷ്ണു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്.
അങ്ങനെയാണ് അമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയും അമ്മയുടെ എല്ലാ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ കാര്യങ്ങൾ ചെയ്തത് അശോകാണ്. ഇതൊക്കെ പറയുന്നത് കാണിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങൾ ചെയ്ത സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെയാണ് ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. എന്തായാലും അശോകനും കുടുംബവും ഇന്ന് വളരെ സന്തോഷത്തിലാണ്. അതിനൊക്കെ കാരണക്കാർ സർവശക്തനായ ദൈവവും നിങ്ങളെപ്പോലുള്ള ആളുകളും എല്ലാവരും സഹായവുമാണ്. അതിനിടയിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിന് പ്രിയപ്പെട്ട സാജൻ കേച്ചേരിയുടെയും ഒരു സപ്പോർട്ടും സഹായവും ഒക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.